ഇന്ന് നമുക്കൊരു അടിപൊളി നല്ല എരിവുള്ളൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ ഫൂ എന്ന് പറഞ്ഞിട്ട് കാറ്റാണ് പോണത്. അപ്പോഴല്ലേ ഒരു 1/2 കിലോനോ 3/4 കിലോനോ കാണും. കാരണം ഞാൻ ഞായറാഴ്ച മേടിച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കഴുകി വാരി കുക്കറിനകത്തോട്ട് ആക്കിയിട്ടുണ്ടേ. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഒരു അരമണിക്കൂർ തിരുമ്മി അവിടെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി അധികം, പിന്നെ പെരുംജീരകവും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം കുക്കറിൽ ഒരു 5-8 വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ കൊത്തിട്ടാണല്ലോ ബീഫ് ഫ്രൈ ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒന്ന് പെട്ടെന്ന് കഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയത്. എന്നിട്ട് ചെറിയ നേരിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ കൊത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി അതിനകത്തോട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയും ചതച്ചമുളക് തന്നെ ഒരു ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് കുക്കർ തുറക്കുമ്പോഴത്തേക്കും വീണ്ടും അതിൽ വെള്ളം ഉണ്ടെന്നാണെങ്കിൽ അടപ്പിൽ വെച്ച് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ബീഫ് എല്ലാം കൂടെ നമുക്ക് ചീനച്ചട്ടിക്കകത്തോട്ട് കൊട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ടിങ്ങനെ വരട്ടി 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 അവസാനമാകുമ്പോഴത്തേക്കും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ തൂവിയിട്ട് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി. എൻ്റെ പൊന്നെ, പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടില്ല, ഒന്നും പറയാനില്ല.